അഖിലേന്ദു, അലീന, കൃഷ്ണകുമാർ 10 ടെസ്റ്റ് കേസസ് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? എക്സിക്യൂട്ട് ആവുന്നുണ്ടോ? ഇഷ്യൂസ് ഒന്നുമില്ല അല്ലേ? എന്താ അലീന? കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. അഖിലേന്ദു, കൃഷ്ണകുമാർ എല്ലാരും കംപ്ലീറ്റ് ആക്കിയതല്ലേടാ? അതിനകത്ത് ജോയിൻ ചെയ്യുമായിരിക്കണം. ഓക്കെ. എന്താടാ പറഞ്ഞോ? അല്ല, ഞാനാണെങ്കിൽ ആദ്യം മറ്റേ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ടല്ലോ, സ്റ്റാഫ് അഡ്മിൻ. അതില് ഡെലിവറി ആയിരുന്നു സെറ്റ് ചെയ്തത്. എന്നിട്ട് സെർച്ച് ചെയ്യാൻ നേരത്തെ എന്നിട്ട് ആ ഡെലിവറിയും വേറൊരു ഓപ്ഷനും ഇല്ല. ആകെ സ്റ്റാഫും അഡ്മിനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ സ്റ്റാഫിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ നോക്കി. ബട്ട് എനിക്ക് ആ സ്റ്റാഫിന്റെ അവിടെ എറർ അടിക്കുക. ഷെയർ ചെയ്യോടെ സ്ക്രീന്? ഓക്കെ. എടാ ഒന്ന് സ്ക്രീൻ കാണിച്ച്. അതില് താഴേക്ക് വരും. എന്തായിരുന്നു നോക്കട്ടെ. താഴേക്ക് വന്നോളൂ. എറർ അടിക്കുന്ന പോയിന്റ് മുകളിലേക്ക് വയ്ക്കാം. എന്താ മിസ്റ്റേക്ക് എന്നൊന്ന് പറഞ്ഞേ കൃഷ്ണകുമാർ. നമ്മൾ എങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ ഒരു വാല്യൂ ഫെച്ച് ചെയ്യാ? ഡ്രോപ്പ് ഡൗണിൽ എങ്ങനെ വാല്യൂനെ സെലക്ട് ചെയ്യാ? ഓപ്ഷൻ ഡയറക്റ്റ് ക്ലിക്ക് കൊടുത്താൽ വർക്ക് ചെയ്യുവോ? സെലക്ട് കൊടുക്കണം. സെലക്ട് ചെയ്തല്ല നമ്മൾ ചെയ്തേ. നമ്മൾ എന്താ ചെയ്ത? സെലക്ട് ടാഗിന്റെ ലൊക്കേറ്റർ എഴുതി, എന്നിട്ട് അതിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. അങ്ങനല്ലേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ? @id ഈക്വൽസ് സെറ്റ് ആദ്യം സെലക്ടിനെ റിട്രീവ് ചെയ്യൂ. അതിനടി കൊടുക്കണം. പാവല്ലേ? പാവനെ നമ്മൾ അടിക്കുന്ന എന്തിനാ? പാവനെ അടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഇങ്ങോട്ട് എടുത്തിട്ട് വാ, ഞാൻ അടിക്കാം. എന്റെ കുട്ടീനെ ചൊല്ലാം. ചവിട്ടിലിട്. ഉമ്മല്ലേ ഇനി അടിക്കരുതട്ടോ കുട്ടീനെ. എന്നിട്ട് അങ്ങനെയാണോ ചെയ്യാ കൃഷ്ണകുമാർ? നേരെ നോക്കിക്കേ. ഡ്രോപ്പ് ഡൗണിൽ എങ്ങനെ വാല്യൂ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ.
കിട്ടിയായിരുന്നോ? എറർ അടിച്ചു. എന്താ എത്ര അടിക്കാൻ റീസൺ ഒന്ന് നോക്കിക്കേ. നമ്മൾ ഡ്രോപ്പ് ഡൗൺ എങ്ങനെയാ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നടാ? ഒന്ന് പറഞ്ഞേ. ആദ്യം സെലക്ട് ക്രിയേറ്റ് ചെയ്തു, അതിനെ എക്സോ അഗെയിൻ ഞാൻ ഡോട്ട് ക്ലിക്ക് ആണോ കൃഷ്ണകുമാർ? സെലക്ടിന് ഒന്ന് നമ്മള് മുന്നേ ഇത് പഠിച്ച കോഡ് എടുത്തേ, ഡ്രോപ്പ് ഡൗണിന്റെ കോഡ് എടുത്തേ. ഡ്രോപ്പ് ഡൗണിന്റെ കോഡ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ഒന്ന് എടുത്തേ. ഹാൻഡ്ലിംഗ് റേഡിയോ ബട്ടൺ അത് തന്നെ. അതിൽ ഡ്രോപ്പ് ഡൗൺ നോക്കിക്കേ, എങ്ങനെയാ ഹാൻഡിൽ ചെയ്യണ്ടായിരുന്നേ? അത് എക്സാമ്പിൾ ആക്കി വെച്ചിട്ട് അത് എക്സാമ്പിൾ ആക്കി നോക്കിയിട്ട് ഇരിക്കേ ഡ്രോപ്പ് ഡൗണിൻ്റെത്. സെലക്ട് ഇമ്പോർട്ട് ചെയ്യൂ. ഡ്രോപ്പ് ഓപ്ഷൻ ഡോട്ട് എന്താ കൊടുത്തേക്കുന്നേ? ലൈൻ നമ്പർ 39 എന്താ അവിടെ അങ്ങനെയാ വരേണ്ടതെന്ന് നോക്കൂ.
പിന്നെ ഡോട്ട് ക്ലിക്കിന്റെ ആവശ്യമുണ്ടോടാ? ഡോട്ട് ക്ലിക്ക് റിമൂവ് ചെയ്യൂ. അവിടെ പിന്നെ ഇതിന്റെ ഡോട്ട് ക്ലിക്കിന്റെ ആവശ്യം? സെലക്ട് ഓൾറെഡി കൊടുത്താൽ പിന്നെ വീണ്ടും ആവശ്യമില്ലല്ലോ. അത് ഫെയിലിയർ ആവും. ഒരു വട്ടം കൂടെ എക്സിക്യൂട്ട് ചെയ്യൂ. അത് സാരമില്ല. ആ എറർ വന്നാൽ കുഴപ്പമില്ല. യൂസർ ഓൾറെഡി എക്സിസ്റ്റ് വന്ന ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു അവിടെ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് വർക്ക് ആവുന്നുണ്ടെന്ന് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. എന്തിനാ അഗെയിൻ അവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നേ? അല്ല, ഞാൻ രണ്ടെണ്ണമായിട്ടാ ചെക്ക് ചെയ്ത്. ഇവിടെ എറർ അടിച്ചുകൊണ്ട് അതിന് സെപ്പറേറ്റ് വീണ്ടും ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ആവശ്യം വരുന്നില്ലല്ലോ. അഗെയിൻ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതണ്ട കേട്ടോ. ഓക്കെ. ഒന്ന് റിമൂവ് ചെയ്യൂ. അഗെയിൻ വേറെ ക്ലാസ്സും എഴുതേണ്ട ആവശ്യമില്ല. സിംഗിൾ ക്ലാസ്സിൽ 2 ഫങ്ഷൻസ് അത് മതി. എങ്ങനെ 2 ക്ലാസ് എഴുതുന്നേ? അലീന, അനഘ, നിങ്ങൾ അങ്ങനെയാണോ ചെയ്തിരിക്കുന്നത്? മൾട്ടിപ്പിൾ ക്ലാസ് സെയിം ഫയൽ എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ ടെസ്റ്റ് കേസ് എഴുതിയപ്പോ സിംഗിൾ ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ആയിട്ടില്ല എഴുതിയിരിക്കുന്നേ? കൃഷ്ണകുമാർ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഒറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്താൽ മതി. അതുപോലെ ടെസ്റ്റ് അണ്ടർസ്കോർ സെർച്ച് ഇൻ ന്യൂസ് മാറ്റിയിട്ട് ലൈൻ നമ്പർ 9 മുകളിലേക്ക് പോവൂ. ക്ലാസ് നെയിം കൊടുത്ത പോയിന്റിലേക്ക് സെർച്ച് ഇൻ ന്യൂസ് മാറ്റി ടെസ്റ്റ് അണ്ടർസ്കോർ ന്യൂസ് എന്ന് മതി. ഓക്കെ, സേവ് ചെയ്യൂ. എവിടെ എറർ ഒന്ന് നോക്കൂ, അത് ഫിക്സ് ചെയ്യൂ. എറർ ഉണ്ടോ? പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വേരിയബിൾ നെയിംസ് ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ കേസിംഗ്. കട്ടുമ്പിൽ വെച്ചിട്ടല്ലേ കളിക്കാൻ. ഇത്രയും കിട്ടിയായിരുന്നോ? ന്യൂ അണ്ടർസ്കോർ യൂസർ ഓൾറെഡി ആഡ് ചെയ്തതാണോ സ്റ്റാഫ് ആയിട്ട്? ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് ന്യൂ അണ്ടർസ്കോർ യൂസറിനെ എക്സിക്യൂട്ട് ചെയ്ത് ഫസ്റ്റ് സെർച്ച്
പേര് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ എന്താണോ ആ ടെസ്റ്റ് കേസ് കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാവണം ആ ടെസ്റ്റ് കേസിന്റെ നെയിം. ലാസ്റ്റ് കറക്റ്റ് ചെയ്യാം. ആദ്യം എക്സിക്യൂട്ട് ആവുന്ന നോക്കട്ടെ. ഏത് എക്സിക്യൂട്ട് ചെയ്തേടാ കൃഷ്ണമ്മ? ഫസ്റ്റ് ആണ് കൊടുത്തത്, സെക്കൻഡ് ആണ് റൺ ആയത്. എവിടെ വെച്ചിട്ടാ ക്ലിക്ക് കൊടുത്താ? മറ്റേ മുകളിലെ റൺ ഐക്കൺ കൊടുക്കരുത്. മുകളിലെ റൺ ഐക്കൺ ലാസ്റ്റ് എക്സിക്യൂട്ടർ തന്നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. ചൂസ് ചെയ്യൂ അത്. എന്നിട്ട് ആ ടെസ്റ്റ് അണ്ടർസ്കോർ സെർച്ച് വെയിറ്റ് 1 സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വരട്ടെ. ടെസ്റ്റ് അണ്ടർസ്കോർ സെർച്ച് അണ്ടർസ്കോർ ന്യൂസ് എന്ന് കൊടുത്തിട്ടില്ലേ? അത് ആക്ച്വലി എന്താ അവിടെ ചെയ്യുന്നേ? ആ ടെസ്റ്റ് കേസ് എന്താ ചെയ്യുന്നേ? ന്യൂ ആണോ ക്ലിക്ക് ചെയ്യുന്നേ? അതെ. അപ്പൊ അവിടെ ടെസ്റ്റ് കേസിന്റെ നെയിം എന്താ കൊടുക്കേണ്ടത്? ഫസ്റ്റ് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് കേസിന്റെ നെയിം മീനിങ് ഫുൾ ആയിരിക്കണം എന്നുള്ള കാര്യം. ടെസ്റ്റ് അണ്ടർസ്കോർ സെർച്ച് അണ്ടർസ്കോർ ന്യൂസ് എന്ന് കൊടുത്താൽ മിസ്ലീഡിംഗ് അല്ലേ അത്? ആഡ് ന്യൂസ് കൊടുത്താൽ മതി. ന്യൂ അണ്ടർസ്കോർ ന്യൂസ് ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് ആഡ് ന്യൂസ് എന്ന് കൊടുത്താൽ മതി. ആഡ് അണ്ടർസ്കോർ ന്യൂസ് അത് മതി. അതുപോലെ തന്നെ എവിടെയെല്ലാം വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടോ എല്ലായിടത്തും വേരിയബിൾ നെയിമിന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടത്? വേരിയബിൾ നെയിംസിന്റെ എല്ലാം സ്റ്റാർട്ടിങ് എങ്ങനെയാണ് വരേണ്ടത്? അതാ അഡ്മിൻ ടൈൽ ലൈൻ നമ്പർ 23. ആ അഡ്മിൻ ടൈലിന്റെ ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ വരേണ്ടത്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നെയിമിംഗ് കൺവെൻഷൻസും റൂൾസും ആണിത്. അത് എപ്പോഴും ഫോളോ ചെയ്യുക കേട്ടോ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരു സജഷൻ ആണേ. മുകളിലേക്ക് പോയിക്കേ. ലൈൻ നമ്പർ 34 എന്തിനാ പൈയോട്ടോ ജിയോ ഒക്കെ യൂസ് ചെയ്ത് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നേ? അതൊരു ടെക്സ്റ്റ് ബോക്സ് അല്ലേ? അല്ല, ഇവിടെ റൈറ്റ് കൊടുക്കാൻ പറ്റാത്തോണ്ട് പിന്നെ താഴെ അയക്കുന്നത്. ഡോട്ട് റൈറ്റ് ഇതിന്റെ കൂടെ തന്നെ അങ്ങ് കൊടുത്തു. ഡോട്ട് റൈറ്റ് വേണ്ട. നമ്മൾ ബേസിക് വെബ് എലമെന്റ് കമാൻഡ് പഠിച്ചിട്ടില്ലേ? സെൻഡ് അണ്ടർസ്കോർ കീസ്. എന്താ ചെയ്യുന്നേ കൃഷ്ണകുമാർ? അങ്ങനെയാണോ സെൻഡ് അണ്ടർസ്കോർ കീസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അവിടെ ഇൻസ്റ്റഡ് ഓഫ് എല്ലാം മറന്നേക്കുന്നല്ലോ. സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് കോഡിലേക്ക് വരൂ. ഇൻപുട്ട് @id ഈക്വൽസ് യൂസർ നെയിം ഡോട്ട് സെൻഡ് അണ്ടർസ്കോർ കീസ് കൊടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അല്ലേ? എങ്ങനെയാ കേട്ടില്ല. എന്താടാ? അല്ല, ഇതിന്റെ കൺഫ്യൂസ് ആയിട്ടോ. മനസ്സിലായില്ല, എന്നിട്ട് പറയോ. ഡോട്ട് ക്ലിക്ക് കഴിഞ്ഞിട്ടാണോ ബാക്കി? എങ്ങനെയാ കൊടുത്തിരുന്നേ സെൻഡ് കീസ് ഒന്ന് പറഞ്ഞേ. വെബ് എലമെന്റ് കമാൻഡ്സിൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചതായിരുന്നു, മറന്നുപോയോ?
അഖിലേന്ദു, അലീന, നിങ്ങളൊന്ന് പറഞ്ഞേ, എങ്ങനെ നമ്മൾ സെൻഡ് കീസ് കൊടുക്കുക? ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു വേരിയബിളിലേക്ക് എടുത്തു വെച്ചിട്ട് വെബ് ആ വേരിയബിൾ ഡോട്ട് സെൻഡ് കീസ് ഓഫ് ആ സ്ട്രിങ് കൊടുക്കും. സെൻഡ് അണ്ടർസ്കോർ കീസ്, അത്രയല്ലേ ഉള്ളൂ. കൃഷ്ണമാർ കോഡിലേക്ക് വരൂ. നമ്പർ 34 ഡോട്ട് ക്ലിക്കിന് പകരം കൊടുക്കൂ ഡോട്ട് സെൻഡ് അണ്ടർസ്കോർ കീസ്. അവിടെ ന്യൂ അണ്ടർസ്കോർ യൂസർ 1 കൊടുക്കൂ, ഡബിൾ കോഡ്സ് കൊടുക്കൂ. ഇത്രയല്ലേ ആവശ്യമുള്ളൂ. ഈ ഒരു സിംഗിൾ ലൈന് വേണ്ടിയാണോ നമ്മൾ കോഡിന്റെ വേസ്റ്റേജ് ചെയ്യുന്നേ? വരാൻ അവിടെ നല്ല എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അവിടെ നല്ല ജസ്റ്റ് അതിന്റെ സൈഡിൽ പോയി എക്സിക്യൂട്ട് ചെയ്യടാ.
ഓക്കെ. കൃഷ്ണകുമാർ നാളേക്ക് വരുമ്പോ, നാളല്ല സോറി, മൺഡേയിലേക്ക് വരുമ്പോ കൃഷ്ണകുമാർ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ഇതും, അതായത് സെന്റ് കീസ് അതുപോലെ തന്നെ ക്ലിക്ക് എല്ലാം ഒന്ന് പഠിച്ചിട്ട് വരാം കേട്ടോ. ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരണേ. ഓക്കെ. ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തേനി. ഇപ്പൊ നമ്മള് ടോട്ടൽ ഒരു 10 ടെസ്റ്റ് കേസ് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് മാത്രമാണ് അല്ലേ? നമ്മൾ ഇതുവരെ ചെയ്തത് റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് മാത്രമായിരുന്നു. ഇനി നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് കേസ് കിട്ടുമ്പോൾ ജസ്റ്റ് റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് മാത്രമായിരിക്കില്ല അതിൽ ഉണ്ടായിരിക്കുക. അതിൻ്റെ ഒപ്പം ഒരു ക്രോസ് ചെക്കിംഗ് ഉണ്ടായിരിക്കും. ക്രോസ് ചെക്കിംഗ് ദാറ്റ് an expected result is met or not എന്നുള്ളൊരു കാര്യം. അതായത് ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ട് ഞാൻ തരുന്നുണ്ട്, അതുമായി മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നമ്മൾ നോക്കും ഇല്ലേ? അതിനാണല്ലോ ഏറ്റവും ബേസിക് ആയിട്ട് QS നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലേ? സോ നമ്മൾ ഈ ഒരു എക്സ്പെക്റ്റഡ് വേഴ്സസ് ആക്ച്വൽ എന്ന് പറയുന്ന വാലിഡേഷൻ നടത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെ, ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് അസേർഷൻസ്. ഓക്കെ, ക്ലിയർ ആണോടാ? അസേർഷൻസ് എന്താണെന്ന് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അസേർഷൻസ് എന്താണ് എന്ന് ക്ലിയർ ആണോ? ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്ലിയർ ആണോ? എന്താടാ എനിക്ക് വോയിസ് ബ്രേക്ക് ആയിട്ടാ വരുന്നത് അലീന? ക്ലിയർ ആണ്, കേൾക്കാവോ? ആ ഇപ്പൊ കേൾക്കാം, ക്ലിയർ ആണ്. സോ ഇനി നെക്സ്റ്റ് ഈസ് അസേർഷൻസ് തന്നെ 2 തരത്തിലുണ്ട്. ഹാർഡ് അസേർഷൻസും ഉണ്ട്, സോഫ്റ്റ് അസേർഷൻസും ഉണ്ട്. ഹാർഡ് അസേർഷൻസ് എന്ന് വെച്ചാൽ ഒരു അസേർഷൻ ഫെയിലിയർ ആയാൽ അവിടെ വെച്ച് നമ്മളുടെ ടെസ്റ്റ് സ്ക്രിപ്റ്റിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. അതായത് ലെറ്റ്സ് സേ ആഡ് ന്യൂസ്. സോ ആഡ് ന്യൂസ് എന്ന ടെസ്റ്റ് കേസിൽ നിങ്ങളുടെ അസേർഷൻ എഴുതി. ആ അസേർഷൻ ഫെയിലിയർ ആയാൽ ആ പോയിന്റിൽ വെച്ചിട്ട് തന്നെ നമ്മളുടെ ടെസ്റ്റ് സ്ക്രിപ്റ്റിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഹാർഡ് അസേർഷൻസ് എന്താണെന്ന് ക്ലിയർ ആണോ? അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ? ഇപ്പൊ നമ്മളൊരു 10 ടെസ്റ്റ് കേസസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ സെക്കൻഡ് തന്നെ ഫെയിൽ ആയ ബാക്കിയെല്ലാം അല്ല, ബാക്കി ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്യടാ. അതായത് ഒരു ടെസ്റ്റ് കേസ് എടുക്കാം നമുക്കിപ്പോ. ടെസ്റ്റ് അണ്ടർസ്കോർ ആഡ് ന്യൂസ്, ടെസ്റ്റ് അണ്ടർസ്കോർ സെർച്ച് ന്യൂസ്, 2 ടെസ്റ്റ് കേസ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഒരു ഫയലില്. ആൻഡ് ലെറ്റ്സ് സേ ആഡ് ന്യൂസിന്റെ ഒരു അസേർഷൻ ഫെയിലിയർ ആയി. ഓക്കെ, ആൻഡ് ആ അസേർഷൻ ഫെയിലിയർ ആയതിനു ശേഷം ആ ആഡ് ന്യൂസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഫംഗ്ഷന്റെ അകത്ത് അതിനുശേഷം എന്തെങ്കിലും സ്റ്റെപ്സ് ടു ബി എക്സിക്യൂട്ടഡ് ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. മനസ്സിലായടാ?
മനസ്സിലായി. പക്ഷെ നെക്സ്റ്റ് ടെസ്റ്റ് നെക്സ്റ്റ് കേസസ് വൺ എക്സിക്യൂട്ട് റൺ ചെയ്യും. ആവും. നമ്മളുടെ ആ ഓക്കെ, ടെസ്റ്റ് സെയിം കേസ് പിന്നെ ടെസ്റ്റ് എക്സിക്യൂട്ട് കേസിൽ ചെയ്യത്തില്ല. ഒരു സ്റ്റെപ്പ് വിടും. അതെ ഐ അതെ മീൻ സെയിം ടെസ്റ്റ് കേസിൽ ഇപ്പൊ 5 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് ഫെയിൽ ചെയ്യാവുന്നെങ്കിൽ ബാക്കിയൊന്നും റൺ ആവൂല. ബാക്കിയൊന്നും റൺ ആവൂല, അവിടെ വെച്ചിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുക നമ്മൾ വെബ് അപ്ലിക്കേഷൻസിലാണ്. ഓക്കെ, വെബ് അപ്ലിക്കേഷൻസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് അസേർഷൻസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? മനസ്സിലായോടാ? മനസ്സിലായി. ഹാർഡ് അസേർഷൻസ് ക്ലിയർ ആണോ? അതെ. ഓക്കെ, ഇനി കമ്മിങ് ടു സോഫ്റ്റ് അസേർഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിന് നേരെ തിരിച്ച്, അതായത് ആ ഒരു അസേർഷൻ ഫെയിലിയർ ആയാലും നമുക്ക് ഫർദർ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. അതായത് സെക്കൻഡ് സ്റ്റെപ്പിൽ അസേർഷൻ ഫെയിലിയർ ആയതിനു ശേഷം തേർഡ് സ്റ്റെപ്പും ഫോർത്ത് സ്റ്റെപ്പും അതിൽ എത്ര സ്റ്റെപ്സ് ഫർദർ ഉണ്ടോ അത്രയും ഫർദർ സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായോ? ഹാർഡ് അസേർഷൻസും സോഫ്റ്റ് അസേർഷൻസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, കൃഷ്ണകുമാർ ക്ലിയർ ആണോടാ? അനഘ, അലീന ക്ലിയർ ആണോ? ബിക്കോസ് മോസ്റ്റ് കോമൺ ആയിട്ട് ചോദിച്ച് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ് അസേർഷൻസ് ആൻഡ് സോഫ്റ്റ് അസേർഷൻസ് എന്നുള്ളത്. ക്ലിയർ ആണ്. സോ ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യൂ. ഷെയർ ചെയ്തേ. പൈച്ചാമ എടുത്തോളൂ. അതില് test_login.py ഒന്ന് മുകളിലേക്ക് പോയിക്കടാ. ഫസ്റ്റ് ടെസ്റ്റ് കേസ് എടുത്തോളൂ. നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് കേസിന് അതേ അസേർഷൻ എഴുതാം. ടൈം ഡോട്ട് സ്ലീപ്പ് ഒഴിവാക്കിയടാ. ലൈൻ നമ്പർ 24 എക്സിക്യൂട്ട് ചെയ്യണം. അടുത്ത കമന്റ് ടൈപ്പ് ചെയ്യണടാ. അസേർട്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് ബേസിക് ബ്രൗസർ കമാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചതിൽ നമ്മളുടെ കറന്റ് URL ഗെറ്റ് ചെയ്യാനായിട്ട് ഒരു ആട്രിബ്യൂട്ട് പഠിച്ചിരുന്നു. ഏതാന്ന് ഓർമ്മയുണ്ടോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? അതായത് നമ്മള് ബ്രൗസർ കമാൻഡ്സ് പഠിച്ച സമയത്ത്, ബേസിക് ബ്രൗസർ കമാൻഡ്സ് എന്ന് പഠിച്ച സമയത്ത് നമ്മള് കുറച്ച് കമാൻഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതില് കറന്റ് URL അല്ലെങ്കിൽ കറന്റ് URL ഗെറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്? എങ്ങനെയായിരുന്നു ആക്സസ് ചെയ്തത്? ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോടാ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? current_URL എന്ന് പഠിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടോ?
ആർക്കെങ്കിലും ഓർമ്മയുണ്ടോടാ? ഒരു കാര്യം ചെയ്യോ, മൺഡേയിലേക്ക് വരുമ്പോ നമ്മൾ പഠിച്ച കുറച്ച് ബേസിക് ബ്രൗസർ കമാൻഡ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലേ? ബേസിക് ബ്രൗസർ കമാൻഡ്സ് അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് വരുമോ? ഓക്കെ. ഓക്കെ, എന്താന്ന് വെച്ചാല് നമ്മൾ ഈ അസേർട്ട് റിമൂവ് ചെയ്തോളൂ. ഇപ്പൊ നമ്മൾ ഈ അസേർഷൻസ് എഴുതുമ്പോ ബേസിക് ബ്രൗസർ കമാൻഡ്സ് ഒന്നും നേരെ നമുക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ കഴിയത്തില്ല. ഓക്കെ, സോ അതൊന്ന് പ്രിപ്പയർ ചെയ്ത് അതൊന്ന് പഠിച്ചിട്ട് വരിക. എന്നിട്ട് നമുക്ക് മൺഡേ എന്ത് ചെയ്യാം, അസേർഷൻസ് എഴുതാം. പിന്നെ നമുക്കൊരു അഡീഷണലി ഒരു ഡിസൈൻ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ? എന്താടാ? ഒരു കാര്യം ചോദിക്കട്ടെ? ഇപ്പൊ എല്ലാരും